ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രോജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് QGS എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് പോയിന്റ്, ആട്രിബ്യൂട്ട്സ്, നെയിം, കോഡ്. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക. ID 1, നെയിം GLPS, കോഡ് 98765. ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ QGIS ഫയലായി സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം. A resource map named localmap.qgis is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. Create a layer named school. Layer type point, attributes, name, code. Select this layer and mark a school on the map. ID 1, name GLPS, code 98765. Save the resource map using the option Project Save As in the exam10 folder in home with your register number _ question number as the file name. ഈ ചോദ്യത്തിൽ പറഞ്ഞ ലോക്കൽ മാപ്സ് .qgs എന്ന ഫയൽ നമുക്ക് തുറക്കാം. ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ QGIS പ്രോജക്റ്റിലുള്ളതാണ് ഫയൽ ലോക്കൽ മാപ്പ് QGS. ഇത് തുറക്കുന്നു. ഇത് ക്ലോസ് ചെയ്ത് കളയാം. പറഞ്ഞ ഫയൽ തുറന്നു വന്നിരിക്കുന്നു. ആദ്യം ചെയ്യുവാനുള്ളത് സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക എന്നതാണ്. ലെയർ നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഇവിടെ മെനു ബാറിൽ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ലെയർ എന്നതിന് നേരെ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ ടൈപ്പ് പോയിന്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ പോയിന്റ് തന്നെയാണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സ്, നെയിം, കോഡ് ഇവയാണ്. അതുകൊണ്ട് ഇവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് ടെക്സ്റ്റ് ഡേറ്റ തന്നെയാണ്. ഇനി ഇവിടെ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് കോഡാണ്. കോഡെന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഹോൾ നമ്പർ എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ എന്ന പേരിലെ ലെയർ നിർമ്മിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ സ്കൂൾ എന്ന് പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ചെയ്യുവാനുള്ളത് ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക എന്നതാണ്. അതിന് സ്കൂളിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. സ്കൂളിൻ്റെ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ടൂളുണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഫീച്ചേഴ്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഇനി സ്കൂൾ ചേർക്കേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ID കൊടുക്കാൻ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. 1 എന്നാണ്. 1 എന്ന ID കൊടുക്കുന്നു. ഇനി നെയിം GLPS എന്ന് കൊടുക്കുന്നു. കൊടുത്തു. കോഡ് 98765 അതും കൊടുത്തു. ഇനി OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂൾ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യണം. അതിനുവേണ്ടി പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം സെലക്ട് ചെയ്യുന്നു. exam10 സെലക്ട് ചെയ്യുന്നു. ഇനി രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു.